ഹായ് ഓൾ. ഇന്ന് ഞാൻ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. ചിക്കൻ്റെ ഒരു ഐറ്റമാണ്, പൊള്ളി ഐറ്റമാണ്, മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അറിയാലോ, ചിക്കൻ തന്നെയാണ്. ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ വരഞ്ഞ് എല്ലാ വശത്തും നന്നായിട്ട് വരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള മസാല ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാനാണ്. ഞാൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ് എടുത്തേക്കുന്നത്. ഇതിലും വലുതോ ചെറുതോ ആയാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും വരഞ്ഞെടുത്തിട്ട് നമുക്കതിനുള്ള മസാല റെഡിയാക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ 3-4 വലിയ വെളുത്തുള്ളിയാണ്, ഒരു ചെറിയ ഇഞ്ചി, 4-5 പച്ചമുളക്, ഒരു സവാള, കുറച്ച് മല്ലിയില, ഒരു തക്കാളി. ഇത് എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. മസാല ഇച്ചിരി കൂടിയാലും പ്രശ്നമില്ല, അത് നമ്മൾ പിന്നെ റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മസാല ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പകുതി നാരങ്ങ നീരും കൂടി ചേർത്ത്, പിന്നെ ചിക്കൻ്റെ മസാല, ഗരം മസാല ഏതായാലും മതി, 1 ടീസ്പൂൺ ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. അത് നമുക്ക് എന്നിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരു 6 മണിക്കൂറോളം ഇരിക്കണമെങ്കിൽ അത്രയും നല്ലത്. എത്ര നേരം ഇരിക്കുന്നുവോ, റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുവോ അത്രയും നല്ലതാണ്. ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം വെച്ചിരിക്കണം. അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അവിടെ അത് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. 1 മണിക്കൂറെങ്കിലും മിനിമം വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് വേവിക്കണം. ഒന്നുകൂടി വെന്താലാണ് കുറച്ചും കൂടി അതിന് ടേസ്റ്റ്. നേരെ പൊരിക്കുന്നതിലും നല്ലത് കുക്കറിൽ എല്ലാം കൂടി നിരത്തി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി. അപ്പോൾ 3/4 അത് വെന്ത് കിട്ടിക്കോളും. വെന്താലല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അതാ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് കുക്കറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ ഒരു 15ഓളം കാശ്മീരി ചില്ലി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോഴേക്കും കുക്കർ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്കതിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ച മുളക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഒരു പാൻ വെച്ച് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് അതിലിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ചേർക്കാം, എരിവിനനുസരിച്ചിട്ട് അത് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് അത് മൂത്ത് വരട്ടെ. അപ്പോൾ ആവശ്യത്തിന് ആ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ആ കുക്കറിൽ ചിക്കൻ്റെ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, വെള്ളവും മസാലയും കൂടി ഉള്ളത്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം വറ്റുന്നത് വരെ അത് അതിലേക്ക് ഇടുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ടും ചിക്കൻ പൊരിക്കാനുള്ള പരിപാടി നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ചിക്കൻ ഓരോ കഷ്ണമായിട്ട് അതിലിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ പാത്രത്തിൽ ഒരൊറ്റ ട്രിപ്പായിട്ട് ഇട്ടേക്കുന്നത്. ഇനി 2 ട്രിപ്പായിട്ട് ഇടണമായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം തിരിച്ചും മറിച്ചിടാൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാം നേരത്തെ ഇട്ടിട്ടും നമുക്കതിലേക്ക് ഒരു വശമായി കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ടിട്ടും നമുക്കതിലേക്ക് നമ്മളിപ്പോൾ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, അത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ചിക്കൻ്റെ എല്ലാ പീസിലേക്കും അതെത്തിക്കണം കേട്ടോ. അതിനുള്ള മസാല ഉണ്ടാവും അത്. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ വശത്തും ഇതുപോലെ തേച്ച് കൊടുക്കണം. അങ്ങനെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പരട്ടി കൊടുത്ത് അത് നന്നായിട്ട് 2 സൈഡും മുരിഞ്ഞ് വരണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസാല മാത്രം മതി നമുക്ക് ചോറും പത്തിരിയൊക്കെ കഴിക്കാൻ വേണ്ടി. ചിക്കൻ എന്തിൻ്റെ കൂടെയും ഇത് പോകും, പൊറോട്ടയോ പത്തിരിയോ ചോറോ എന്തായാലും നല്ല കിടു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് മുരിച്ചെടുക്കുക. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഭാഗവും ആയി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കിടു കോമ്പിനേഷനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ചൂട് പൊറോട്ടയാണ്. പൊറോട്ടയും
ആ ചിക്കനും കൂടി ആകുമ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഇനിയും വരാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നവരെ ബായ്.